ശരി, അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു വരുമ്പോൾ കളക്ടറും അനധികൃത ഭൂമി ഇടപാടുകളും നിൽക്കുന്നു. പ്രശാന്തിന് ഇതിലുള്ള പങ്കിനെ കുറിച്ച് എന്തായിരുന്നു? പ്രശാന്തിന് ഇതിൻ്റെ അകത്ത് ഒരു എന്താ പറയണ്ടത്, PSC ഏതാണ്ടെന്ന് പറഞ്ഞ പോലെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി കയറ്റിയില്ല. താൽക്കാലിക ഇലക്ട്രീഷ്യൻ ജോലിയില്ലേ അവരെ കയറ്റിയില്ലേ. ഇനിയിപ്പോൾ താൽക്കാലികളിൽ ഇറങ്ങി പോകുന്നവർക്ക് എല്ലാവർക്കും അവിടെ പെർമിഷൻ ആക്കും. ഇനിയിപ്പം പ്രശാന്തിൻ്റെ അടുക്ക് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഒന്നിക്ക് പ്രശാന്തിനെ കൊല്ലണം, അതല്ലെങ്കിൽ ഇവരെ പദ്ധതിയാണ് ഞാൻ പറയുന്നത്. ഒന്നിക്കിൽ അയാളെ മര്യാദയ്ക്ക് പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുക്കണം. ഇത് തന്നെയാണ് കളക്ടർ ഈ കാര്യത്തിൽ. ഒന്നിക്ക് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ചില്ലറ കക്ഷി അല്ല എന്നാണ് പറയപ്പെടുന്നത്. അത് പ്രശാന്തൻ ഈ പറയുന്ന പെട്രോൾ ബങ്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു ജോലിയുള്ള ആൾക്ക് ഒരിക്കലും ഇങ്ങനെ ഈ പെട്രോൾ ബങ്കിന്റെ ഉടമസ്ഥാവകാശം അത് നന്നായിട്ട് അറിയാം. ആർക്ക് ADM സാറിന് അറിയാം. കോർപ്പറേഷനിൽ വരെ ഇയാൾക്ക് പിടിപാടുണ്ടെന്ന് പറയുന്നു. അപ്പോ ഇതിനകത്ത് ഒരു ഇത് നമ്മൾ പടിപടിയായിട്ട് തെറ്റിങ്ങനെ ചെയ്ത് സ്റ്റെപ്പായിട്ട് പോകുമ്പോൾ എനിക്ക് രാഷ്ട്രീയ പാർട്ടികൾ വലിയ സ്വാധീനം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ പിടിപാടുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞേ ഞാൻ 98,500 കൊടുത്തു മുഖ്യമന്ത്രിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇയാളും തമ്മിലുള്ള ബന്ധത്തിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് അന്നേരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണ്ടേ? കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ ADM സാർ വാങ്ങില്ല. ഇവരെ കൃത്രിമം കൊണ്ട് നാടകങ്ങൾ ഉണ്ടാക്കുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കൈക്കൂലി വാങ്ങുന്ന ആള് മാത്രമല്ല കൊടുക്കുന്ന ആളും കുറ്റക്കാരനാ. അല്ല, ഈ പറയുന്ന ആ കത്തിന്റെ കള്ളത്തരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നു. അത് അയാളെ അയക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഈ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ കൊല്ലണ്ട അല്ല, ഇയാൾ മരിച്ചില്ലല്ലോ. പ്രശാന്തന്റെ അല്ല ഞാൻ പറയുന്നത്, നവീൻ ബാബു സാർ മരണപ്പെട്ട് കഴിഞ്ഞ ശേഷമാണ് ഈ കൈക്കൂലി വാങ്ങി എന്ന പേപ്പർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇയാൾ കൊടുക്കുന്നത്. അതായത് നവീൻ സാർ മരിക്കുന്നത് ഒക്ടോബർ 15-ാം തീയതി. ഒക്ടോബർ 15-ാം തീയതിയുടെ അന്നോ അതിന് ശേഷമോ ആണ് ഇതിന് തെളിവുണ്ടാക്കാനായി, കള്ള തെളിവുണ്ടാക്കാനായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പരിഹാരത്തിലേക്ക് അന്നേരം കൊടുത്തിട്ടുണ്ടോ? അന്നേരം അറസ്റ്റ് ചെയ്യണ്ടേ? കൈക്കൂലി 98,500 ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്നത് ഒന്നാമത്തെ അന്വേഷണം നടത്തണം. രണ്ടാമത്തെ അന്വേഷണം ഇത് എവിടുന്ന് കൊടുത്തു. കലക്ടറേറ്റിൽ മുഴുവൻ ക്യാമറ ഉണ്ടല്ലോ, രണ്ടാമത്തെ ക്യാമറയിലുണ്ട്. അപ്പോൾ അത് നിരന്തരം അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്ത് ഇത് എത്ര ശല്യം ചെയ്താലും കലക്ടർ ഡെപ്യൂട്ടി കളക്ടർ നവീൻ ബാബു സാർ ചോദിക്കും തെളിവുണ്ടാക്കാൻ വെറുതെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അങ്ങനെയല്ല വീണാമണി. അദ്ദേഹം എവിടെയെല്ലാം നവീൻ ബാബു സാർ പോയോ അവിടെ എല്ലാം പിറകിൽ നടന്നിങ്ങനെ തെളിവുണ്ടാക്കുന്ന രീതിയിൽ ആ ക്യാമറയുടെ മുമ്പിൽ കൂടെയൊക്കെ ഈ നടന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. നവീൻ സാറിനെ വെറുതെ ശല്യം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതായിട്ട് ഈ കാശ് കൊടുത്തതായിട്ടും ഇയാൾ ഈ പറയുന്ന പ്രശാന്ത് പറഞ്ഞതിൽ തെളിവില്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ അപേക്ഷ കൊടുത്തു. പിന്നെ പോലീസ് എന്തായാലും ഞാൻ ചോദിക്കട്ടെ, കൈക്കൂലി പക്ഷെ ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളതിൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഗൂഢാലോചനയിൽ പങ്കുള്ള ആളാണ്. കൈക്കൂലി കൊടുത്തു വീഡിയോ ഉണ്ട്. അല്ല, കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞത് അറസ്റ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കാരണം. പക്ഷെ ഈ ഇത് കൊലപാതകമായാലും ആത്മഹത്യയായാലും തീർച്ചയായിട്ടും കൊലപാതകമാണെങ്കിൽ കൊലപാതകം, അങ്ങനെ കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ കൊലപാതകത്തിന് അറിഞ്ഞോ അറിയാതെയോ പ്രശാന്തിന് പങ്കുണ്ട്. അപ്പൊ പ്രശാന്തിന് അറിഞ്ഞുകൊണ്ട് തന്നെ, ശരിയാണ്, ക്ഷമിക്കുക പ്രേക്ഷകരെ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ പങ്കുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യമല്ലേ? അത് ഇനി വേറെ എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതുപോലുള്ള ഈ പ്രശാന്തിനെ പോലുള്ളവർ ഇങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരാളെ ADM സാറിനെ കൊല്ലുന്നതിന് കൂട്ടു നിന്നിട്ട് ജോലി ചെയ്യുക അനുവദിക്കരുത്. ജനങ്ങൾ മുഴുവനും പ്രതികരിച്ചിട്ട് അല്ലെ സസ്പെൻഷൻ ആകുമ്പോൾ PSC ആണോ അല്ലയോ എന്നല്ല നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചാൽ ഇത് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നുകൂടെ നമുക്ക് ചോദിക്കാം. പ്രശാന്തനും PP ദിവ്യയുടെ ഭർത്താവും തമ്മിൽ കൂട്ടുകച്ചവടങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലേ? എല്ലാ കച്ചവടവും പ്രശാന്തും ദിവ്യയും, ഈ ദിവ്യയുടെ ഭർത്താവ് ശശി, ഗോവിന്ദ മാഷി, ശ്യാമള, ഈ ഗോവിന്ദ മാഷ ഗോവിന്ദ മാഷിന്റെ മകന് ഇതില് ഈ ഭൂമാഫിയ ഇടപാടിലൊക്കെ പങ്കുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വസ്തുത, CPM-ന്റെ സംസ്ഥാന സമിതി അംഗങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് പോകുന്ന വഴി നിരവധി സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പുകൾ ഈ കഴിഞ്ഞ ഭരണകാലത്ത് നേതാക്കൾക്കെല്ലാം പെട്രോൾ പമ്പുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നിറയെ പെട്രോൾ പമ്പുകൾ CPM-ന്റെ പ്രാദേശിക നേതാക്കൾക്കൊക്കെ തന്നെയാണ്. പടിയൂര് ഒരുപാട് സ്ഥലം ഇപ്പം ഇങ്ങനെ CPM-ന്റെ അവർക്കുണ്ട്. അതിൽ ഒരുപാട് സ്ഥലം ഒരു CPM-ന്റെ ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, അവർക്കെല്ലാം ഒത്തിരി അനധികൃതമായ നേതാക്കൾ പറയുന്നത് മാത്രം. ഇത് മുഖ്യമന്ത്രി ഒന്നും അറിയാണ്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പം മുഖ്യമന്ത്രി ഇതൊന്നും അറിയില്ല. അതായത് ഇവർക്ക് ഇന്നലെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഒരാളെ കൊല്ലണം എങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ലൈറ്റ് ഓഫ് ആക്കാൻ, ഇന്ന് ഇത്ര മണിക്ക് കൊല്ലണ്ടെങ്കിൽ അവിടെ ഇവർ ഏരിയ സെക്രട്ടറിയോ ബ്രാഞ്ച് സെക്രട്ടറിയോ വിളിച്ചു പറയും ഇലക്ട്രിക് ഓഫീസിൽ ഇന്ന് ഇത്. അപ്പോൾ അവരെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് പറയും ഇത് തൂങ്ങി വരണമെന്ന്.
സുഖമായിട്ട് അതിന് ഡോക്ടർ റിപ്പോർട്ടും കൊടുക്കും. അപ്പോൾ ഇനി നമ്മൾ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. എന്നോട് പിന്നെ കണ്ണൂർ തന്നെയുള്ള ഒരു പ്രമുഖ പിന്നെ സാമൂഹ്യ പ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പുറകിൽ കൂടെ കൊളുത്തിട്ട് ആൾക്കാരെ അങ്ങനെ സംഭവമില്ല, ഇതെല്ലാം വെറുതെ. ഇയാളെ ഒന്നുകിൽ മറമറിയുന്ന ആളെന്തോ ഇടിച്ചിട്ട് കൊന്നു എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് നെറ്റിക്ക് ഇവിടെ ഉണ്ട് ചതവ്, ഇവിടെ ഉണ്ട്. സാറിന് പുറത്തേക്ക് ഞാൻ കണ്ടിന്. ഞാൻ ഇതായിട്ട് നോക്കാൻ പോയതാ. ഇവര് വീട്ടിൽ നിന്ന് നോക്കാൻ വിടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാല് പത്തനംതിട്ട പൊതുദർശനത്തിന് 10 മിനിറ്റ് വെച്ചിന്. ഞാനായിരുന്നു ഒച്ചപ്പാടാക്കുമെന്ന് വെച്ചിട്ട് പാർട്ടി സഖാക്കള് കുറെ കുടുംബശ്രീനും CPM ആൾക്കാർ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു മനുഷ്യച്ചങ്ങലയായിട്ട് ആടെ ഉണ്ട്. അവരെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ നോക്കിയത് എന്താന്ന് വെച്ചാൽ ഈ പുറത്ത് ഇവിടെ ഇങ്ങനെ രക്തക്കട്ട പിടിച്ചതുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആടെ ശസ്ത്രക്രിയ എന്തെങ്കിലും അതായത് ഹൾസ് ഉണ്ടോന്ന് ഞാൻ നോക്കി. പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നല്ലേ ഇവർ പറയുന്നത്. അപ്പൊ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇവിടെ ഈ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അതുപോലെ നീര്, അതായത് കണ്ണൂരിന്റെ ഭാഷയിൽ നമ്മളൊരാൾ ഇടിച്ചാല് രക്തം കട്ട പിടിച്ചെടുക്കാൻ ഒരു കല്ലിപ്പ് ഉണ്ടാവും. അപ്പൊ അത് ആ ഭാഗങ്ങളിൽ ഒരു കറുപ്പും ചുവപ്പും ആയിട്ടുള്ള ഇതായിട്ടുണ്ട് രക്തം കട്ട പിടിച്ചത്. അതുപോലെയുള്ള കുറെ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ പിന്നെ തൂങ്ങി മരിച്ചാണോ എന്ന് അറിയാൻ നമ്മളിപ്പോ സാധാരണ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ഈ വിരൽ തുമ്പിന് രക്തം ഒഴുകിയിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. കാലിന്റെ ഇത് നോക്കി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല രക്തം. അവിടെ ഞാനെല്ലാം നോക്കിയിട്ട് അന്നേരം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമ്മുടെ ഈ ഒന്നിക്ക് വിഷാംശം അല്ലെങ്കിൽ ഈ ഇടിച്ച് ഇത് രണ്ടിലേതോ ഒരു മരണം നടന്നു. പോസ്റ്റ്മോർട്ടം നടന്നിട്ടേ ഇല്ല. പോസ്റ്റ്മോർട്ടം നടന്നില്ല. അപ്പോ എനിക്ക് വീണാമണിക്ക് പറയാനുള്ള ഒന്നുകിൽ വിഷാംശം ശരീരത്തിൽ ഈ ഡോക്ടർ വല്ലാത്ത കളി കളിച്ച് തൂങ്ങി മരിച്ചല്ല, കെട്ടിത്തൂക്കിയതല്ല. വിഷാംശം അല്ലെങ്കിൽ വേറെന്താ പറഞ്ഞേ, അല്ലെങ്കിൽ ഇടിച്ചിട്ട് കളരി അറിയുന്ന ഏതോ ഒരാള് അതായത് മർമ്മസ്ഥാനത്ത് ഇടിച്ചിട്ട് ആ പാവത്തിന് ഇതാക്കി. അപ്പൊ നമ്മൾ ഇത് പറയുന്നത് ഈ മരണം ഇങ്ങനെ ഉണ്ടായി. ഇതിനകത്ത് ഷംസുദ്ദീനും കലക്ടർക്കും പ്രശാന്തിനും ദിവ്യയുടെ ഭർത്താവിന് ദിവ്യക്ക് ശശിക്ക് ഗോവിന്ദമാഷ്ക്ക് ശ്യാമളക്ക് പിന്നെ ശ്യാമളേന്റെ ഗോവിന്ദമാഷ് മകന് ഇവർക്കെല്ലാം ഇതിന്റെ അറിയാം. ഈ കൊലപാതകം അവര് ജയരാജ് ഇവർക്കെല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാ. അപ്പോൾ ഇതിലെ എൻ്റെ മറ്റൊരു സംശയം, ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ അദ്ദേഹത്തെ കളക്ടർ അവരെ കുടുംബത്തെ വിളിക്കുന്നു, ഈ പരിയാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊണ്ടുപോകണ്ട എന്ന് അവർ പറഞ്ഞതായിട്ട് തന്നെ പറയുന്നുണ്ട്. അല്ല, ഈ കളക്ടർക്ക് ദൂരെയുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്താ ഇത്ര ഇത്? ദിവ്യന്റെ ഇന്നലെ വിഷയം നടന്നതല്ലേ, അവിടെ അപകീർത്തിപ്പെടുത്തിയിട്ട് വീഡിയോ ചാനലിലെല്ലാം ഇതാക്കിയല്ലോ. അപ്പൊ ഈ ദിവ്യന്റെ ഭർത്താവിന്റെ ആ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ദിവ്യയുടെ ഭർത്താവ്. അപ്പൊ പിന്നെ കണ്ണൂര് കളക്ടർ ചിന്തിക്കണ്ടേ, നല്ലൊരു കളക്ടർ അങ്ങ് എന്ത് ചെയ്യാ, ദിവ്യയുടെ ഭർത്താവ് അവിടെയുണ്ട്, പാർട്ടിക്കാരുടെ വിടും. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചു പറയാന്ന് വെച്ചാൽ അടുത്തല്ലേ ഒരു കണ്ണൂർ ഹോസ്പിറ്റലിലത്, അവിടെയല്ലേ എത്തിക്കുക? അവിടെ എത്തിച്ചിട്ടുണ്ടോ? പിന്നെ തലശ്ശേരി ഹോസ്പിറ്റൽ രണ്ടാമത്തത് അവിടെ എത്തിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ പറയുന്നത് അത് കോടതി ശ്രദ്ധിക്കണം ഈ വിഷയങ്ങൾ. ഇത് നമ്മുടെ കണ്ണൂരിലെ ജഡ്ജി ആയിരിക്കുന്ന സഭയിൽ പറഞ്ഞത് ഈ കുടുംബത്തിൽ ചോദിച്ചപ്പോൾ കുടുംബം തന്നെ പറഞ്ഞാണ് പരിയാരത്ത് കൊണ്ടുപോകാൻ, പരിയാരം മെഡിക്കൽ കോളേജ്. ആരും അങ്ങനെ പറയില്ല. അത് ചിലപ്പോ ഇത് അന്ന് ഞാൻ അവരെ വീട്ടിൽ പോയപ്പോൾ അനിയനെ സ്വാധീനിച്ച പാർട്ടിക്കാരുടെ സ്വാധീനം ഞാൻ അവിടെ കണ്ടിരുന്നു. അതായത് ഈ ഇവിടുത്തെ വാർത്താ റിപ്പോർട്ട് ചാനൽ ഏഷ്യാനെറ്റ് അടക്കം അവരെ വീട്ടിൻ്റെ അകത്ത് ആ വീട്ടിൻ്റെ മുറ്റത്ത് വലിയ വണ്ടി അടക്കാട് നിർത്തിവെച്ചിന്. എന്നോട് അത്രയും മോശമായ രീതിയിൽ മലയാളപ്പുഴ മോഹനൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവിടുത്തെ അയൽവാസികളൊന്നും അവിടെ ഇല്ല. ഒരു മരണം നടന്നിരിക്കുന്നത് ആരാ? നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ മരണപ്പെടുമ്പോൾ ഇഷ്ടംപോലെ അയൽവാസികൾ വരും. അത് ഇതുപോലും അവിടെ കണ്ടില്ല. അപ്പോൾ അവരെയൊക്കെ മാറ്റിയത് കൊണ്ടല്ലേ അവിടെ പാർട്ടിക്കാരായ ഒരു 5-6 ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അവരെന്തിനാ അവിടെ നിന്ന് മാറ്റിയത്? ഇവർക്ക് പറയാനുള്ളത് കൊന്നതല്ലെങ്കിൽ പിന്നെ ഇതെന്തിനാ അവിടെ നിന്ന് മാറ്റേണ്ട? ഒരു സാധാരണ കണ്ണൂരിലെ ഒരു ലേഡി വന്നു അവിടെ പറയുന്ന ഇങ്ങനെ കൊന്നതാണ് ഇങ്ങനെയാണ്. അത് പറയുന്ന ആരോടാണ്? അഡ്വക്കറ്റിനോട്, അനുജനോട്. അപ്പോൾ എനിക്കത് ഭാര്യയോടോ മക്കളെ അറിയിക്കാൻ അറിയാനിട്ടൊന്നല്ല. പക്ഷെ ഈ പാവം നിരപരാധിയായ പൊന്നുമക്കൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിമിത്തം എൻ്റെ നാവ് നിമിത്തം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകരുത്, ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ട് അനുജനോട് ഞാൻ പോയിട്ട് വിശ്വസിച്ച് പറയുന്ന ഈ കാര്യം രഹസ്യമായിട്ട് പറഞ്ഞ് അപ്പൊ മലയാളപ്പുഴ മോഹനെ അവർ വിളിച്ചു വരുത്തുന്നേ. അപ്പൊ ജനലിലൂട്ട് ഏതോ കുട്ടി കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ അഡ്വക്കറ്റിന് പങ്കുണ്ട്. അഡ്വക്കറ്റിനെ ആരോ വിളിക്കുന്നു, അനിയനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. അപ്പൊ അനിയനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നീട് നടന്ന സംഭവങ്ങൾ വെച്ചു അവിടെ മലയാളപ്പുഴ മോഹൻ എന്നെ ചുറ്റി. എന്നിട്ട് പിന്നീട് അവിടെ പോലീസ് വന്നപ്പോൾ ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് എല്ലാം കാണിച്ചു കൊടുത്ത്, ഞാൻ ഇത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കും,
എന്നേരം പറയും പ്ലീസ്, ആ CI പറയുന്നത് പ്ലീസ് ഇതൊന്ന് ബോഡി കത്തിക്കണം, നിങ്ങൾ ശല്യം ചെയ്യരുത്, ആ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഇതായി. അപ്പോൾ ആരെ മനസ്സിലാതിരിക്കും, ഞാൻ മക്കളല്ലേ, അപ്പോൾ ആ മക്കളെ പേരും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് ശല്യം ചെയ്യരുത്. അപ്പം ഞാനായിട്ട് ഒരു പാവം മനുഷ്യനെ ഇതാക്കണം, ഞാൻ ഇതാക്കുമോ? അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇത്ര ഇതാക്കുന്നത്? അപ്പം ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് മാറി ആ പൊന്നു മക്കളെ വിചാരിച്ചിട്ട് ഞാൻ ഈ കലക്ടർ അനുജനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിവിടെ ഈ ബോഡി കത്തിക്കുന്നവരെ സമരം ചെയ്യും, കത്തിക്കാൻ അനുവദിക്കില്ല എന്ന്. കത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ മലയാളിപ്പുഴ മോഹനും പറഞ്ഞത് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചല്ലോ, എന്നിട്ടും ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. മോഹൻ ചാനലുകളിലൂടെ നേരത്തെ പറഞ്ഞു ശേഷം ബോഡി കത്തിച്ചതിന് ശേഷം പറഞ്ഞു, അയാളെന്ന് എന്നോട് ചോദിച്ചത് നിങ്ങളെ കയ്യിലെ വീഡിയോ എടുക്ക് കൊല്ലുന്നതിന്റെ, എന്റെ കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അയാൾ അവിടുന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഉപദ്രവിക്കാൻ നോക്കി, ബാഗ് പിടിച്ചു വലിക്കുന്ന. നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാറായി വരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടെ, ഈ ഡോക്ടർ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം നടത്തി എന്ന് പറയുന്ന ഡോക്ടർ നിരന്തരം ഈ പാർട്ടിയുടെ CPM-ന്റെ കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി തീർക്കും. കണ്ണൂരിലെ ഒരുപാട് കൊലപാതകങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ശ്രീജിത്ത് ഡോക്ടറും ഈ ഡോക്ടറും ഈ പ്രവീണാണ് ആ ഡോക്ടറും അതെ അയാൾ രണ്ടുപേരും എന്താന്ന് വെച്ചാൽ എഡിഎം സാറിന്റെ ഡോക്ടർ, അതായത് എനിക്ക് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പൊ എടുത്തില്ല ഇവിടെ, അത് ക്ഷമിക്കണം ആരോ, ആ ഡോക്ടറും ഈ പ്രജിത്തും ശ്രീജിത്തും രണ്ട്. അപ്പൊ രണ്ടാളും അവിടെ നടത്തുന്ന, എന്റെ കയ്യിൽ രണ്ടാളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട്. അതിൽ ആന്തരികാവയവം പരിശോധിച്ച് കാണുന്നില്ല. ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ, അതായത് തൂങ്ങി മരണമെന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്ത് ഉണ്ട്. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത് കൊണ്ടല്ലേ. പോസ്റ്റ്മോർട്ടം ചെയ്താൽ നിങ്ങൾ ഒരു വ്യക്തി ഡോക്ടർ ആണെങ്കിൽ ആന്തരികാവയവം പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. എന്ത് വരുന്നുണ്ടെങ്കിലും അത് കോടതിയിൽ ആവശ്യപ്പെടും. ഞാൻ ചോദിക്കുന്നത്, ഈ ADM സാറിനെ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ വീഡിയോ കോടതി കൊടുത്തിട്ടുണ്ടോ? അല്ല, എന്റെ ഒരു സംശയം, വീഡിയോ കൊടുത്തിട്ടുണ്ടോ? ഡോക്ടർ ഫോട്ടോ കൊടുത്തോ? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ഫോട്ടോ വീഡിയോസും വേണ്ടേ? അത് കൊടുക്കണ്ടേ? ആ, പിന്നെ ഇതിന് ഇതിൽ ഇവർക്ക് ഇനി ഒരു പച്ച കള്ളം കൂടെ പറയാനുള്ള സാധ്യത ഉണ്ടോ എന്നൊരു സംശയമാണ്. സാധാരണ നമ്മുടെ പിന്നെ പൂക്കോട് വെറ്ററിനറി കോളേജിൽ ജഡ്ജി ചോദിക്കണം വീഡിയോസ്. അല്ല, എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടെ വീണാമണി ഒന്ന് കേൾക്കും. അതായത് ഈ പൂക്കോട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥന്റെ മരണം നടന്നല്ലോ, സിദ്ധാർത്ഥനെ ഇവർ റാഗ് ചെയ്താണ് ആ കുട്ടി മരിക്കുന്നത്, ആ കുട്ടിയെ കൊന്നതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് തെളിവില്ല എന്ന് പറയപ്പെടുകയും, എന്നാൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് മറ്റൊരു സ്റ്റേറ്റിലെ ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റ് ഒക്കെ CPM എല്ലാം ഉണ്ടാക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാക്ഷസന്റെ രായും ദ്രംഷ്ടന്റെ സ്ട്രായും ഒക്കെ കൂടിയതാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് ശരിയല്ല. സിനിമയിൽ എന്താണ് അല്ല, ഇതെന്താ ഈ ഡോക്ടറെ വെല്ലുവിളിച്ച് ഞാൻ പറയുന്നു, ഇയാൾ നുണ പരിശോധന നടത്തിയില്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതി പോയിട്ട്, ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ മഞ്ജുഷ മേഡം രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതി പോയിട്ട് അവിടെ ഇരിക്കും. ഞാൻ അത് സമയമുണ്ടല്ലോ, ഇനിയും എത്ര സമയമായാലും ഈ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അപ്പോ സുപ്രീം കോടതി പോലും മാത്രമായിരിക്കില്ല, അത് അവിടെ ഒതുക്കാന്ന് വിചാരിക്കണ്ട. എൻ്റെ ശരീരത്തിൽ ശ്വാസം നിൽക്കുന്നവരെ ഞാൻ ഈ കേസിന് നീതിക്ക് വേണ്ടി പോകും. അത് ഞാൻ എടുത്തിട്ടേ ഞാൻ മാറുള്ളൂ. ഏതായാലും നിരവധി നമ്മുടെ വീഡിയോകളിലൂടെ ഈ വീണാമണി എന്ന ദൃസാക്ഷി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ല, എന്ത് സാറേ, എന്നെ ഇതുവരെയായിട്ട് ആ വീട്ടിൽ ഞാൻ കയറിപ്പോയില്ല, കണ്ണൂരിൽ പോയില്ല, സ്വന്തം വീട്ടിൽ പോലും പോകാൻ കഴിയാതെ CPM-ന്റെ ഗുണ്ടകളും പിന്നെ CPM എന്ന പാർട്ടിയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന എന്തോ പറയാനാണ്, നമുക്ക് എന്ത് പറയാൻ, ഈ സാക്ഷി ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്ന് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ വിധവയായ മഞ്ജുഷയ്ക്ക് നീതി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ദാമ്പത്യത്തിന് നീതി കിട്ടുന്നത് വരെ, നീതി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് താൻ ഇതിന് പുറപ്പെടുമെന്ന് പറയുന്ന ഈ മഹതിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നമുക്ക് തല കുലിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല.